ദീപു, എനിക്ക് തോന്നുന്നു ദീപുവിന് ഒരു പക്ഷേ ഇതിൽ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും. ദീപു ഒരു പ്രവാസിയായിരുന്നു. പ്രവാസ ലോകത്തിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മളെക്കാൾ അറിയുന്ന ഒരാളാണ്. ദീപു, കേരളത്തിൽ വ്യവസായങ്ങൾ വളരണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് സർക്കാരും വലിയ തോതിൽ അങ്ങനെ പ്രയത്നം നടത്തുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ പി രാജീവ് വ്യക്തിപരമായി തന്നെ അതിന് വലിയ താല്പര്യങ്ങൾ എടുക്കുന്നു. പക്ഷേ എന്നിട്ടും ചില സ്പർദ്ധകളും സംഘർഷങ്ങളും ഈഗോകളും ഉണ്ട് എന്ന ഒരു കാര്യം നമ്മൾ കാണാതെ പോകേണ്ടതുണ്ടോ? അതായത് മനു ഇപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? ഇന്ന് സാബുവും കീറ്റക് സാബുവും സർക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ചുള്ളതാണ് നമ്മുടെ ചർച്ച. പക്ഷെ മനു എന്താണ് ചെയ്യുന്നത്? പശുവിനെ എന്നെ പറ്റി പറയുമ്പോൾ അതിനെ കയറ് നേരെ തെങ്ങി കെട്ടി തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കേരളത്തിലെ തൊഴിൽ സാഹചര്യം അത് പറയേണ്ടി വരും, പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യം എനിക്ക് ഞാനിവിടെ അല്ല ദീപു, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദീപു മനസ്സിലാക്കിയത് തെറ്റാണ്. ഒരു കിറ്റക് സാബു ഉടമസ്ഥൻ സാബുവിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വ്യവസായ സൗഹൃദമല്ല എന്ന ഒരു വ്യവസായിയുടെ ആരോപണത്തെയും അങ്ങനെയെല്ലാം മറിച്ച് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ നിലപാടിനെയുമാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. അതിലേതാണ് ശരി എന്നതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൽ എത്ര മാറ്റം എന്ന് വേണം എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം കീറ്റക് സാബു പറയുന്നതാണ്. കീറ്റക് സാബു എന്നോട്ടാണ് ഇത് പറയാൻ തുടങ്ങിയത്? കീറ്റക് സാബു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അയാൾ ഒരു പഞ്ചായത്തിനകത്തൊക്കെ കയറി കേരളത്തിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കാൻ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പിന്നെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അയാൾ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. കാലങ്ങൾ എത്രയായി? കീറ്റക് സാബുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് തൊഴില് പിന്നെ കൊടികുത്തി സമരം വാണിരുന്ന കാലങ്ങളാണല്ലോ. അന്ന് അവര് ലാഭം ഉണ്ടാക്കിയിട്ടില്ലേ? കീറ്റക് സാബുവിന്റെ അച്ഛൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കീറ്റക് സാബു തന്നെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഇത് പറയുന്നതും വരുന്ന സാഹചര്യങ്ങളും ഏതാണ് എന്നുള്ളതാണ് കീറ്റക് സാബുവിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സാബുവിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ തന്നെ മന്ത്രി തന്നെ പറയുന്നുണ്ട് ഒരു കാലത്ത് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അത് മാറ്റാനാണല്ലോ ഈ തീവ്ര ശ്രമം നടത്തുന്നത്. ഇപ്പൊ ഈ പി രാജീവ് എടുക്കുന്ന വലിയ എഫേർട്ട് ഞാൻ തന്നെ പല കാര്യങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ ഓർക്കുന്നത്, തലശ്ശേരിയിൽ ഒരു വ്യവസായി ഓടിപ്പോയി, ഭാര്യയും കൂട്ടി ഒരു ദിവസം അയാൾ കടയും അടച്ച് സ്ഥലം വിട്ടു. പക്ഷേ ആ വ്യവസായിയെ നേരിട്ട് വിളിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയാനും കേരളത്തിന്റെ വ്യവസായ മന്ത്രി തയ്യാറായതിന്റെ അനുഭവങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതൊന്നും ഇല്ലെന്ന് വരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതല്ലേ ശരി? കേൾക്കൂ, അതായത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മനു പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയില്ല. അതായത് ഈ കാര്യങ്ങള് മനു പറഞ്ഞ ആ സാഹചര്യങ്ങളെല്ലാം നിലവിലുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് രാഷ്ട്രീയമാണുള്ളത്. പിന്നെ ഈ വ്യവസായ സൗഹൃദം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മനു ജഞ്ഞു, പിന്നെ ബ്രാപ്പ് എന്നാണെന്ന് തോന്നുന്നു, PRAP ആണെന്ന് തോന്നുന്നു. അത് നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഇപ്പൊ ബ്രാപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അതായത് വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ എടുക്കുന്ന നയങ്ങളിൽ, അല്ലെങ്കിൽ അത് എങ്ങനെ പെട്ടെന്ന് പിന്നെ വ്യവസായികൾക്ക് വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യം ഇത് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ബ്രാപ്പിന്റെ സൂചികകളിൽ കേരളം 95% മാർക്ക് വാങ്ങിയാണ് ടോപ്പ് പെർഫോമർ ആയത്. ആ ടോപ്പ് പെർഫോമിംഗ് പിന്നെ സ്റ്റേറ്റ്സിൽ കേരളം നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്, ഒന്നാം സ്ഥാനം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? പിന്നെ പല സംസ്ഥാനത്തും പോയി ഇവിടുന്ന് ഒന്നും ജോലിയില്ല, അതുകൊണ്ട് മനു ഏതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും 28 സംസ്ഥാനങ്ങളിൽ അവിടെ പഠിച്ച് അവിടെ തന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാമോ? ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉയരുന്നു, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉയരുന്നു. അങ്ങനെ ഏത് കർഷകന്റെയും മത്സ്യത്തൊഴിലാളിയുടെയും സാധാരണക്കാരന്റെയും ഗവൺമെന്റ് ജീവനക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ മക്കള് ഉന്നത വിദ്യാഭ്യാസം നേടുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു. അവരാ പഠിക്കുന്ന സാഹചര്യത്തിന് അനുസരിച്ചുള്ള ജോലി വേണം. അത് കേരളത്തിലേക്ക് കുറവാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ആ സാഹചര്യങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ അവരവിടെ പോകും. ഇന്ത്യ നമ്മുടെ രാജ്യമല്ലേ, അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ തൊഴിൽ സാധാരണ ജോലി, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ജോലി, അതിനകത്ത് ഇവിടെ വരുന്നവർക്കല്ലേ. നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ എങ്ങനെയായി മാറി, അതുപോലെ തൊഴിൽ എടുക്കുന്നവരുടെ സാഹചര്യം എങ്ങനെ മാറി? ഇത് കേരളത്തിലോ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലാതായി അതുകൊണ്ടാണ് അവിടെ പോകുന്നതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ ജോലി ഇല്ലാത്ത മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം ഉയർന്നു. പിന്നെ മനു ധാരാവിയെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് എന്റെ മകൾ ആർക്കിടെക്റ്റാണ്. അവള് കഴിഞ്ഞ 2024 പാസ് ഔട്ടാണ്, CET തിരുവനന്തപുരത്ത് നിന്ന് പാസ് ഔട്ടാണ്. അവളുടെ ഏറ്റവും ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ ഏറ്റവും നല്ല
തീസിസിനുള്ള അവാർഡ് 4 പേരിൽ ഒരാള്, ആ 4 അവാർഡുകളിൽ ഒരു അവാർഡ് അവൾക്കാണ് കിട്ടിയത്. അവളുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാവിയിലെ ഈ പിന്നെ നമ്മുടെ ഈ മണ്ണുകൊണ്ട് ഈ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ധാരാവിയിലെ ആ പോട്ടറിയുമായി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ അവസ്ഥ, ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട അതെങ്ങനെ ഇന്നോവേറ്റീവായി മാറ്റാം. കാരണം അത് മുഴുവൻ അദാനിക്ക് കൊടുത്തിട്ട് അവരെ വേറെ എവിടെയെങ്കിലും ഫ്ലാറ്റിലേക്ക് മാറ്റി അവർക്ക് അവരുടെ വ്യവസായവും അവർക്ക് അവരുടെ തൊഴിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് അവരെ മാറ്റി അവർക്ക് കൃത്യമായി 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ പിന്നെ റെസ്റ്റ്, 8 മണിക്കൂർ വിനോദം എന്ന രീതിയിൽ അവർക്ക് എങ്ങനെ അവരുടെ വ്യവസായം കൂടുതൽ ഇന്നോവേറ്റീവായി പിന്നെ അവർക്ക് അവിടെ തന്നെ നിർമ്മിച്ച് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് അവിടെ തന്നെ വിൽപ്പന നടത്തുന്ന രീതിയിൽ അവിടുത്തെ ബിൽഡിങ്സ് മാറ്റുന്ന രീതിയിൽ ബിൽഡിങ്സ് അതേ രീതിയിൽ നിർത്തി പല മറ്റു സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള ഒരു തീസിസ് ആയിരുന്നു ആ കുട്ടി ചെയ്തത്. അതിനാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ 4 പേരിൽ ഒരു തീസിസ് ഇവളുടെ നല്ല തീസിസിനുള്ളത് കിട്ടിയത്. അപ്പം അങ്ങനെ എന്ത് അവിടെ പോയി പഠിച്ച കുട്ടിയാണ്. അപ്പം അവള് പറയുന്നത് അവിടുത്തെ എന്ത് സാഹചര്യമാണ്, എങ്ങനെയാണ് സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഒരു യുവതലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനുവിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ നമുക്ക് തൊഴിൽ കൂടുതൽ വേണം എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യവസായികളുടെ ഒരു പിന്നെ കോൺക്ലേവ് ഉണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷത്തി ചില്ലുവാനം കോടി രൂപയുടെ വ്യവസായങ്ങളുടെ പിന്നെ കാര്യങ്ങൾ വന്നു. അതിനകത്ത് 6000 കോടി രൂപയുടെ തുടങ്ങി 6000 അതിന്റെ തുടക്കം ആയി എന്നുള്ള രീതിക്ക് രാജീവ് പറഞ്ഞു. അതിനെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും അതിനെപ്പറ്റി ഒരു റിവ്യൂ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. മാത്രമല്ല MSME-യുമായി ബന്ധപ്പെട്ട് MSMEക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ഓഫീസർ MBA ആയി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഓരോ ആ ഓഫീസർമാരുടെ പേര് ഇന്റേൺസ് എന്നാണ്. നമുക്ക് MSME തുടങ്ങണമെങ്കിൽ ആ ഓഫീസസിനെ ഡയറക്റ്റ് ആയിട്ട് MSMEയുടെ നമ്മുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതുണ്ട്, പിന്നെ ഈ ഓഫീസേഴ്സിന്റെ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തുണ്ട്, ഏത് പഞ്ചായത്തിൽ ഏത് ഓഫീസർ ഏത് നമ്പർ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഗവൺമെന്റ് സഹായം കിട്ടുക, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുക, എന്തൊക്കെയാണ് നമുക്ക് സഹായങ്ങൾ കിട്ടാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട് പേപ്പർ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യുക, സഹായങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും കിട്ടുക, മറ്റു കാര്യങ്ങൾ എന്താണ്, മറ്റ് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സേഫായിട്ട് ബിസിനസ് ചെയ്യണം വേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഈ ഇന്റേൺസുമായിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് അവബോധം ഉണ്ടാക്കാനും ഇങ്ങനെ ഇത്യാദി രീതിയിലെല്ലാം ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ ഒരു കാലത്തും കഴിയില്ല. അമേരിക്കയിലുള്ളവരും UK-യിലുള്ളവരും UAE വന്ന് ജോലി ചെയ്യുന്നില്ലേ? അത് അവർക്ക് എന്താ അവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവർ കൂടുതൽ എവിടെ കിട്ടുന്നു അവിടെ അവർ ജനങ്ങൾ പോകും. ആ അവസ്ഥയിലേക്ക് ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ നേച്ചറിലേക്ക് കേരളത്തിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. ആ രീതിയിൽ ലോകം മൊത്തം സഞ്ചരിക്കാൻ. അതുകൊണ്ട് കേരളം മോശമാണ്. അതുകൊണ്ടാണ് കേരളം എനിക്ക് ഈ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഏതായാലും അങ്ങ് പറയാനുള്ളത് വ്യക്തമാക്കിയെന്ന് പറഞ്ഞപ്പോൾ കേരളം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങ് പറഞ്ഞ മോശം സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മലയാളികൾ പോകേണ്ടി വരാതെ അവർ യൂറോപ്പിൽ പോയി പണിയെടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെ, കുറേ കൂടെ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ശമ്പളത്തിനാണ് പോകുന്നതെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലത്തെ ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലേക്ക് ഇവിടുന്ന് ആളുകൾ പോകേണ്ടി വന്നാൽ പിന്നെ നമ്മളത് ഇവിടെ മനോഹരമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അർത്ഥം. നോക്കൂ മനു, നമ്മുടെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, കുടിയേറ്റം നേരത്തെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ലോകത്ത് എവിടെയും മലയാളികളുണ്ട്, ചന്ദ്രനിലും മലയാളി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, തമാശക്കെങ്കിലും പറയുന്നത്. അതായത് ഇവിടുന്ന് പോകുന്ന ആളുകൾ ഹൈ പ്രൊഫൈൽ ജോബ്സ് തേടി അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം, കേരളത്തിൽ ശമ്പളം ഇപ്പോൾ ഇവിടെ ഒരു 60,000 തൊട്ട് 1 ലക്ഷം വരെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ അതിന് മേളിലും ശമ്പളം കിട്ടുന്ന രീതിയിലേക്കുള്ള പോക്കാണ്, കുടിയേറ്റമാണ് നടക്കുന്നത്. അതിന് കേരളത്തിലെ സാഹചര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. അതിനെ വികസിപ്പിക്കാനായിട്ട് നോക്കുന്ന പല ഘട്ടങ്ങളിലും സാമ്പത്തിക ഉപരോധം നടത്തി കേരളത്തെ പിന്നോട്ട് വലിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല. ഇവിടുന്നുള്ള മൈഗ്രേഷനെ കുറിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലേക്ക് ആൾ വരുന്നു, ഇവിടെ ജോലിക്ക് വരുന്നതുമായിട്ട് കമ്പയറബിളേ അല്ല. ഒരു ഡെവലപ്ഡ് നേഷൻ്റെ പിന്നെ ഒരു സെറ്റപ്പിലേക്ക് കേരളം അല്ലെങ്കിൽ ചിന്തയിലേക്ക് കേരളം മാറുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ കൂടുതൽ പേര് ജോബ് നോക്കി പോകുന്നത്. പണ്ട് പോയതുപോലെയേ അല്ല ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ലോകത്തെ മികച്ച കമ്പനികൾ തന്നെ കേരളം ഒരു ട്രബിൾ ഷൂട്ടറാണ്. കോവിഡ് കാലത്ത് കേരളം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ നേരിട്ടുകൊണ്ട് കേരളം അതിനെ തരണം ചെയ്തത്, അതിൽ കേരളം എത്രമാത്രം പ്രസക്തമായിരുന്നു, കേരളത്തിൻ്റെ പേര് എത്ര ഉയർന്നു കേട്ടിരുന്നു എന്നെല്ലാം നമ്മൾ കണ്ടതാണ്.
അതുകൊണ്ട് തന്നെ പല ഇന്റർനാഷണൽ കോൺഫറൻസുകളും കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വരുന്നുണ്ട്, ഇനിയും വരാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ള രീതിക്കല്ലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായി പത്രവാർത്തകളും മറ്റു കാര്യങ്ങളും വന്നത്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അടുത്ത ബിസിനസ് റിവ്യൂവിൽ, ഓരോ വലിയ കമ്പനികളുടെ ബിസിനസ് റിവ്യൂവിൽ അവരെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് എടുക്കേണ്ടത്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരാൻ കഴിയുമോ എന്നുള്ളതിൽ കേരളം എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഒരു ക്ലൈമറ്റും ഇവിടെ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം പരിപാടികളിലാണ് സർക്കാർ ഇടപെടുന്നതെന്ന് മാധ്യമങ്ങൾ ഒന്നുകൂടി കണ്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയും മാധ്യമങ്ങൾക്കില്ലേ? ഏതായാലും ശശി തരൂരും സമാനമായ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം ആദ്യം കേരളത്തെ പുകഴ്ത്തി, പിന്നെ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ MSME സ്റ്റോറി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കൂടി അദ്ദേഹം ഷെയർ ചെയ്തു. 42,000 സ്ഥാപനങ്ങൾ അടച്ചതിൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഇത് പറയുന്നത്. എത്രമാത്രം അതിൻ്റെ വസ്തുത ശശി തരൂർ തന്നെ തെളിയിക്കും എന്നാണ് ഞാൻ ഈ 42,000 കണക്കിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ എന്തോ അടച്ചുകൂട്ടി, അത് ശശി തരൂർ കണ്ടുപിടിച്ചൊരു സാധനമാണ്. ശശി തരൂരിൻ്റെ സ്റ്റോറിയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ്. ഈ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡാറ്റാ ബേസിസ് ഉള്ള കണക്ക് വെച്ചിട്ട്, സ്റ്റഡി വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മൾ 1,00,000 യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ, MSME തുടങ്ങി കഴിഞ്ഞാൽ 30% പൂട്ടിപ്പോകും, ഏകദേശം 33,000 എണ്ണവും പൂട്ടിപ്പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഓരോ വർഷവും 1.5 ലക്ഷം 2 ലക്ഷം വെച്ച് MSMEകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 ലക്ഷത്തോളം MSMEകൾ വന്നിട്ടുണ്ടാവണം. അങ്ങനെ വന്നാൽ തന്നെ അതിൻ്റെ 30% എന്ന് പറയുന്നത് 1,20,000 എണ്ണം പൂട്ടിപ്പോകേണ്ടതുണ്ട്. പക്ഷേ 42,000 പൂട്ടിപ്പോയിട്ടുള്ളൂ. അതൊരു ഇൻ്റർനാഷണൽ ബിഹേവിയറാണ്. തുടങ്ങുന്നതിൽ 30%-ഓളം പൂട്ടിപ്പോകും എന്ന് സ്റ്റഡി തന്നെ പറഞ്ഞിട്ടുള്ളിടത്ത് ഈ 42,000 പൂട്ടിപ്പോയി എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അത് നേരത്തെ തന്നെ പഠന വിഷയമായി വന്നിട്ടുള്ള കാര്യമാണല്ലോ. ഓക്കെ, ഒരു ചെറിയ ഇടവേള കൂടി എനിക്ക് അനിവാര്യമായി